വിളിച്ചു കൂവാതിടോ, ഇത് മിണ്ടാപ്രാണികളാ. പെണ്ണേ വിളിച്ചെടുത്തോണ്ടല്ലോ. പെണ്ണോ? താൻ ആരെയാ പെണ്ണെന്ന് വിളിച്ചത്? അയ്യോ, അപ്പൊ നീ പെണ്ണല്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഈ രൂപമുള്ളതിനൊക്കെ പെണ്ണെന്നാ പറയുന്നത്. ഇവിടെ എന്നാ പറയുന്നത്? കോരങ്ങ്. ആ അത് പറ. അപ്പൊ കറങ്ങേ ഒന്ന് മാറിക്കേ, ഞങ്ങൾ പോട്ടെ. ലോറിക്കാരെ തന്നെ ഞാൻ നിന്നെ ലോറി കയറ്റി കൊല്ലുവേ. ഓഹോ, കൊല്ലുമെന്നോ? ഈ അടിവാരത്ത് വന്നിട്ട് ഈ സ്ഥലവുമേ ലോറി കയറ്റി കൊല്ലുമെന്നോ? എങ്കിൽ ഞാൻ തന്നെ കാണിച്ചു തരാവടോ. അയ്യോ, ഓടി വരുന്നേ. അയ്യോ, കരയല്ലേ? മിണ്ടി പോരുത്. തലമുറ ലോറിക്കാരൻ പാടി. ചേട്ടോ, 2 ചായ എടുത്തേ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ജെയിംസ് ഊട്ടി. ഇത് അപ്പുവട്ടെ, മടയിലെ പുതിയ കോൺട്രാക്ടറാ. ഇതെവിടായിരുന്നു? താമസിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഒപ്പിച്ചത്. അത് അഡ്വാൻസ് കൊടുക്കാനും പറ്റി ഓടി നടക്കായിരുന്നു. എന്നിട്ട് ഒത്തോ? പിന്നില്ലേ, കാശിച്ച് കൂടുതലാ. അവസാനല്ല ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവ നോക്കുള്ളൂ. എന്റെ അസിസ്റ്റന്റാ ജോസൂട്ടി. ഞാൻ ഗോപാലൻ, ഇവിടുത്തെ. വാ വാ. ഇത്തകട്ടൊന്ന് മട പോയില്ലേ? അതാരായി ഇത്താക്ക? ആ, ഇസഹാക്കെന്നാ പേര്. ഒരു പഴയ പോലീസ്. പിന്നെ കുറെ കാലം ജയിലിലായിരുന്നൊക്കെയാ കഥ. ഇപ്പൊ ഇവിടെ ഈ പാറമടയല്ല. ആ എന്താ? ഏയ് ഒന്നുമില്ല. ഇതൊന്ന് ഒപ്പിക്കാൻ പറ്റ പാട്. ഇന്ന് രാവിലെ ശരിയാക്കി എടുത്തു. എന്നാ ബ്യൂട്ടിയാ, സഹിക്കില്ല. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കഥാ കവിത എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, തക്കത്തക്കാന്ന് വരും. പാറ പൊട്ടുന്ന പോലെ അത്ര ബ്യൂട്ടിയാ. കഥയും കവിത എഴുതാനല്ല ഇവിടെ വന്നത്. എന്നാ വേണ്ട, അടുക്കള പണിക്ക് വല്ലതും വേണോ? ഏയ് വേണ്ട. ഇല്ലേ വലത് കാലം വെച്ച് കയറിയാട്ടെ. അല്ല, ഇവിടെ തന്നെ സ്ഥിരമാക്കാൻ പോവാണോ? പറയാറായിട്ടില്ല, കുറച്ച് നാളത്തെ ഉണ്ടാവും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് യൂണിയൻ ഓഫീസ് വരെ പോകണം. എന്തായാലും ഒരു ആവശ്യം ഉണ്ടെങ്കിലേ ഒന്ന് നീട്ടി കുവിയച്ചാൽ മതി. എപ്പോഴും എന്റെ സഹായം പ്രതീക്ഷിക്കാം, എപ്പോഴും. ശരി.